ജീവിക്കുന്ന ഗൾഫ് നാടുകളിൽ ഒന്നുമില്ല. പെട്രോൾ ഉണ്ട് എന്ന് പറയാം, പക്ഷെ പെട്രോൾ ഇല്ലാത്ത ദുബായ് പോലെയുള്ള നാട്ടിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതം സൃഷ്ടിച്ചവരാണ്. അവിടെ ജോലി ചെയ്യാൻ ആൾക്കാരെ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യണം. അവിടെ കുടിക്കുവാൻ വെള്ളം പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യണം. അവിടെ കൃഷി ചെയ്യണമെങ്കിൽ മണ്ണ് പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യണം. അതാണ് ദുബായ്. എണ്ണ പോലുമില്ല. ആ പ്രദേശത്തൊക്കെ ഒരു വിഷയം കൊണ്ട്, മുന്നോട്ടുള്ള ആ ഒരു കാഴ്ച കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ അവിടുത്തെ ഭരണാധികാരികൾക്കും അവിടുത്തെ ജനങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ എല്ലാം കൊണ്ടും ധന്യമായ നമ്മുടെ മാതൃരാജ്യത്ത് വലിയൊരു വിഭവം തന്നെ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ ഒരു റിസോഴ്സസ്, ഹ്യൂമൻ റിസോഴ്സ്, അത് തന്നെ തെറ്റാണെന്നാണ് ഇപ്പോൾ സാധാരണ പറയപ്പെടാറ്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് അതിന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് എന്നല്ല. ആ ഹ്യൂമൻ ക്യാപിറ്റൽ ഡെവലപ്മെന്റ് അതെങ്ങനെ പറ്റും, അതിന് എന്താണ് ചെയ്യാൻ പറ്റുക, അതിന് മാർഗങ്ങൾ എങ്ങനെ കാണിച്ചു കൊടുക്കാം എന്നുള്ളതാണ് സീഡ്സ് പോലെയുള്ള സംഘടനകൾ ചെയ്യുന്നത്. ഇവിടെയുള്ള വലിയൊരു അസറ്റ്, ഹ്യൂമൻ അസറ്റ് ഓർ ഹ്യൂമൻ ക്യാപിറ്റൽ, അതിന്റെ പരിപൂർണമായിട്ടുള്ള ഉപയോഗത്തിന് എങ്ങനെ നാം തയ്യാറെടുക്കണമെന്നുള്ള ചർച്ചകളാണ് ഇനി ആവശ്യം. അത് കാണിച്ചു കൊടുക്കേണ്ട സ്ഥലം വാണിവൽ പോലെയുള്ള പണ്ട് തന്നെ വിദ്യാഭ്യാസത്തിൽ ഒരു പടി മുന്നിട്ട് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ മലബാറിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഒരു മാതൃകയായിട്ട് ഇത് കാണിച്ചു കൊടുക്കേണ്ടത് വാണിവലിന്റെ ഒരു കർത്തവ്യമാണ്. ഒരു മോഡൽ പഞ്ചായത്തോ മോഡൽ വില്ലേജോ ആയിക്കൊണ്ട് വാണിവൽ ഇതിനൊരു മാർഗം കാണിച്ചു കൊടുത്താൽ അത് ഏറ്റെടുത്ത് നടത്തുവാൻ കേരളത്തിന്റെ മറ്റു പഞ്ചായത്തുകളിലുള്ള ജനങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രാധാന്യം. അതിന് കഴിയും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഇതേപോലെയുള്ള ഇന്റർവെൻഷൻ കൊണ്ട് സാധിക്കും. ഞാൻ അതിന്റെ കൂടുതൽ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഇവിടെ ഒരുപാട് ചർച്ചകൾ നടക്കാനുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് മാത്രം ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പാരന്റിംഗ് ആണ്. പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷിതാവ് എന്നുള്ള നിലയിൽ നമ്മളുടെ കർത്തവ്യം, കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു രക്ഷിതാവ് എന്നുള്ള നമ്മുടെ കർത്തവ്യം എങ്ങനെ നിറവേറ്റണമെന്നുള്ളത് രക്ഷിതാക്കളെ പഠിപ്പിക്കലാണ് പാരന്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ എന്റെ നാടായ കൽപ്പകഞ്ചേരിയിലോ അല്ലെങ്കിൽ ഒരു പരിധിവരെ വാണിവലിലൊക്കെയുള്ള ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത സിംഗിൾ പാരന്റിംഗ് എന്നുള്ള ഒരു വലിയൊരു പ്രശ്നം നമ്മളുടെ മുമ്പിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, 2007 ഒരു സെൻസസ് പ്രകാരം കേരളത്തിൽ 12 ലക്ഷം സിംഗിൾ പാരന്റ്സ് ഉണ്ട്. അതായത് ഭർത്താവ് കൂടെ ഇല്ലാതെ സ്വന്തമായി ജീവിക്കുന്ന ഭാര്യമാർ. നമ്മൾ ഒക്കെ ഗൾഫ് ഭാര്യമാരെന്നോ അല്ലെങ്കിൽ ഗൾഫ് വൈഫ്സ് എന്നോ വിളിക്കുന്ന 12 ലക്ഷം പേർ കേരളത്തിലുണ്ട്. ഇത് കേരളത്തിലാകെ കല്യാണം കഴിച്ചിട്ടുള്ള ജനസംഖ്യയുടെ 23%. കല്യാണം കഴിച്ച സ്ത്രീകളിൽ 23% ഗൾഫ് വൈഫ്സ് ആണ്. അതിനർത്ഥം ആ സ്ത്രീകൾ അവരെ സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുവാനുള്ള ബാധ്യത ഏറ്റെടുത്ത് നടത്തുന്നവരാണ്. ഇതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, ആ 12 ലക്ഷത്തിൽ ഏകദേശം 8 ലക്ഷത്തോളം മുസ്ലിം സഹോദരിമാരാണ്, 3 ലക്ഷത്തോളം ഹിന്ദു സഹോദരിമാരും 1 ലക്ഷത്തോളം ക്രിസ്ത്യൻ സഹോദരിമാരുമാണ്. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സിംഗിൾ പാരന്റിംഗ്, ഈ 12 ലക്ഷം ഗൾഫ് വൈഫ്സ് എങ്ങനെ അവരെ കുട്ടികളെ വളർത്തുന്നു എന്നുള്ളത് ഭാവിയിലെ ഈ രാജ്യത്തെ നിയന്ത്രിക്കുന്ന, അതിന്റെ ഭാവി നിർണ്ണയിക്കുന്ന പൗരന്മാർ എങ്ങനെ വളർത്തപ്പെടുന്നു എന്നുള്ളത് തീരുമാനിക്കും. ഇത് വളരെ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ആ പാരന്റ്സിനെ, ആ ഒരു സിംഗിൾ പാരന്റിനെ അല്ലെങ്കിൽ ആ സ്ത്രീയെ, ആ സഹോദരിയെ എങ്ങനെ കുട്ടികളെ വളർത്തണമെന്ന് പഠിപ്പിക്കുക വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
പലപ്പോഴും വിദ്യാഭ്യാസപരമായി തന്നെ പിന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കാം. അത് മറ്റു തരത്തിലുള്ള എംപവർമെന്റ്, ഫിനാൻഷ്യൽ എംപവർമെന്റ് ഇല്ലാത്ത ഒരു സ്ത്രീ ആയിരിക്കാം. ശക്തി, ശാരീരികമായ ശക്തിയല്ല, ഒരു തീരുമാനമെടുക്കാനുള്ള ശക്തിയില്ലാത്ത, പലപ്പോഴും ഭർത്താവിന്റെ വീട്ടിലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ തന്നെയാണെങ്കിലും അതിന് ശക്തിയില്ലാത്ത ഒരു മാതാവായിരിക്കാം ഈ കുട്ടിയെ വളർത്തുന്നത്. അതിന്റെയൊക്കെ പരിണിത ഫലങ്ങൾ പിന്നീട് ആ കുട്ടിയുടെ ജീവിതത്തിൽ കാണും. അത് വളരെ കാര്യമായിട്ട് സീഡ്സ് പോലെയുള്ള സംഘടനകൾ അവരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് അറിയാം. അതിൽ ക്യാപിറ്റൽ വേണം. ഹ്യൂമൻ അസറ്റ് ഡെവലപ്മെന്റ് വെറും സംസാരിച്ചാൽ മാത്രം പോരാ. ഈ ക്യാപിറ്റൽ എവിടെ നിന്ന് വരും എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഗൾഫിൽ നിന്നൊഴുകുന്ന പണം അത് നാം പരിപൂർണമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ വളരെ മോശമാണ് എന്ന് നമുക്കറിയാം. അതിന്റെ ശരിയായ ഉപയോഗം എങ്ങനെ വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരൊറ്റ കാര്യത്തെ കുറിച്ച് ഞാൻ പറയണം. ഗൾഫ് പണമൊക്കെ നമുക്ക് മാറ്റി നിർത്താം. വാണിമലും കൽപ്പകഞ്ചേരിയിലുമുള്ള ധനം മാത്രം ഇതിൽ ഉപയോഗിച്ചാൽ തന്നെ ഈ പ്രദേശത്തിന്റെ ഒട്ടാകെയുള്ള വികസനത്തിന് ആ പണം മാത്രം മതി എന്നുള്ളത് എനിക്ക് നിങ്ങളോട് തെളിയിക്കാൻ പറ്റും. ഒരൊറ്റ കാര്യം മാത്രം മതി. നമുക്ക് 25,000-ഓളം പേരാണ് ഒരു പഞ്ചായത്തിൽ കേരളത്തിലുള്ളത്. അതിൽ ഇവിടുത്തെ കണക്ക് പ്രകാരം ഏകദേശം 12,000-ഓളം പേർ സ്ത്രീകളായിരിക്കും. ഈ 12,000 സ്ത്രീകളിൽ ഒരു 80% 20 വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞവരോ അല്ലെങ്കിൽ കല്യാണപ്രായമായ സ്ത്രീകളാണെങ്കിൽ ഈ 12,000 പേരിൽ 2,000 പേരെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ. ഈ ഓരോരുത്തരുടെ കയ്യിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 പവൻ സ്വർണമെങ്കിലും കാണുമെന്നുള്ളത് വളരെ തർക്കമറ്റതാണ്. കാരണം 10 പവൻ മുതൽ അല്ലെങ്കിൽ 5 പവൻ മുതൽ 500 പവൻ വരെ സ്ത്രീകൾക്ക് കല്യാണം കഴിയുമ്പോൾ സ്ത്രീധനമായും അല്ലെങ്കിൽ മറ്റു നിലയിലും കൊടുക്കുന്നവരാണ് ഈ പ്രദേശത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു ആവറേജ് 25 പവൻ ഈ 8,000 പേരുടെ കയ്യിലുണ്ടെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ 2 ലക്ഷം പവൻ സ്വർണം വാണിമൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിലോ ഉണ്ട്. അതിന്റെ ഇന്നത്തെ വില കണക്കാക്കിയാൽ 15,000 രൂപ സ്വർണത്തിനുള്ള വില കണക്കാക്കി കഴിഞ്ഞാൽ ഏകദേശം 300 കോടി രൂപയുടെ സ്വത്ത് വാണിമൽ പഞ്ചായത്തിലെ സ്ത്രീകളുടെ കഴുത്തിലും അവരുടെ സേഫ് കേസിലുമുണ്ട്, അലമാരകളുമുണ്ട്. ആ 300 കോടി രൂപ വെറുതെ ഇരിക്കുന്ന ധനമാണ്. അതിൽ ഒരു 1/3, 1/3 ഭാഗമെങ്കിലും പുറത്തോട്ടെടുത്ത് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുവാൻ പറ്റിയാൽ ആ 100 കോടി രൂപ മതി ഇവിടെ എല്ലാ നിലയിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ. ഇതൊരു കണക്കുകൊണ്ട് ഞാൻ കസർത്ത് കളിക്കുന്നതല്ല. എനിക്ക് മനസ്സിൽ വിഷമം തോന്നിയിട്ടുള്ളതും വലിയൊരു യാഥാർത്ഥ്യം. ഈ മൈക്രോ ഫൈനാൻസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ബംഗ്ലാദേശിൽ വളരെ ശക്തമായ രീതിയിൽ നടക്കുന്ന ഒരു പ്രവർത്തനമുണ്ട്. അതിന് നോബൽ സമ്മാനം വരെ അത് തുടങ്ങിവെച്ച വ്യക്തിക്ക് 2 വർഷം മുമ്പ് കിട്ടുകയുണ്ടായി. ആ പഞ്ചായത്തിലോ പ്രദേശത്തോ ഉള്ള ഒരു പണം സ്വരൂപിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ, അവിടുത്തെ ആൾക്കാർക്ക് ജോലി ഉണ്ടാക്കുവാനും അവർക്ക് വരുമാനം വർദ്ധിപ്പിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുവാനും വലിയൊരു റിസോഴ്സ് നമ്മുടെ കയ്യിൽ തന്നെയുണ്ട് എന്നുള്ളത് സൂചിപ്പിക്കുക മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ തന്നെ വളരെയധികം സമയം സംസാരിച്ചു കഴിഞ്ഞു. ഈ യോഗം സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഈ പ്രസ്ഥാനം ഇതിന് നേതൃത്വം കൊടുത്ത ഇതിന്റെ നേതാക്കൾക്ക്, സുബൈർ സാഹിബിന്റെയും മറ്റ് അഹമ്മദ് സാഹിബിന്റെയും പോലെയുള്ള മറ്റു നേതാക്കൾക്കും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തകർക്കും ഇതിൽ ഭാഗവക്കായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.